ടീമിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, അവസാന നിമിഷം വരുത്തിയ മാറ്റം അത് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുകയാണ്. ഇടപെടില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയാണ്. അടിയന്തരമായി സുപ്രീം കോടതിയിലേക്ക് പോയാലും സുപ്രീം കോടതി അത് ലിസ്റ്റ് ചെയ്യണം, ഹർജി കേൾക്കണം. പ്രവേശന നടപടികളുടെ സമയമാണ്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട കുട്ടികളുണ്ട്. അവരുടെ റാങ്കിലടക്കം മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമോ അതോ കോടതി പറയട്ടെ എന്ന് കരുതി സുപ്രീം കോടതിയിലേക്ക് പോകുമോ? എന്താണ് സർക്കാരിന്റെ നീക്കം, റോഷിപാൽ? സുജയ പാർവതി, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് നിയമ പോരാട്ടം തുടരാനാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്ന കണക്കുകൂട്ടൽ ഒരുപക്ഷെ സർക്കാരിന് ഉണ്ടാകില്ല. അതുകൊണ്ട് ഇനി വിധിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പ്രതികരണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അടക്കം പ്രതികരണം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാനത്തെ സിലബസിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം തമിഴ്നാട് മോഡൽ കീം റാങ്ക് പട്ടിക തയ്യാറാക്കാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തിയത്. പക്ഷേ അത് റാങ്ക് പട്ടിക പുറത്തിറങ്ങുന്നതിൻ്റെ തലേന്നാൾ മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയത്. അതാണ് ഈ CBSE വിദ്യാർത്ഥികളടക്കം ഹൈക്കോടതിയെ സമീപിക്കാൻ വഴിയൊരുക്കിയത്. ഇത് അപ്പീൽ പോയാൽ അനുകൂലമായ ഒരു വിധി വരുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ടായിരുന്നു. നിയമ പോരാട്ടത്തിലൂടെ നിലവിലെ തന്നെ നില തുടരാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. അത് കാരണം സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിരന്തരമായി വർഷങ്ങളായി ഉയർത്തുന്ന പരാതിയാണ്. ആ പരാതി അഡ്രസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ ഇതുപോലെ തന്നെ ഈ കൂടുതൽ മാർക്ക് കീം പരീക്ഷയിൽ നേടുന്നവർ റാങ്ക് പട്ടികയിൽ പിന്നോട്ട് പോകാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴാണ് CBSE വിദ്യാർത്ഥികൾ കുട്ടികൾ എന്ത് പിഴച്ചു? അവർ പരീക്ഷ എഴുതി, പഠിച്ചു, പരീക്ഷ എഴുതി. അതാണല്ലോ സ്റ്റേറ്റ് സിലബസ് ആയാലും CBSE ആയാലും അവർ കുട്ടികളാണ്. അവർ പഠിക്കുന്നു, അവരുടെ സ്കോർ വരുന്നു. അതനുസരിച്ച് ആദ്യം ഒരു റാങ്ക് പട്ടിക, അതിൽ ആദ്യത്തെ റാങ്കുകളിൽ വരുന്ന കുട്ടികളൊക്കെ വലിയ ആഹ്ലാദത്തിലായിട്ടുണ്ടാകും ആദ്യ റാങ്ക് കിട്ടിയതിൽ. അതും അവർ മുന്നോട്ട് വെച്ച മുൻഗണനാ ക്രമമോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച മാനദണ്ഡമോ അല്ല. അവർ പഠിച്ചു, പരീക്ഷ എഴുതി. ഇവിടെ സർക്കാർ കൊണ്ടുവന്ന ഈ മാറ്റം മൂലം കുറെ കുട്ടികൾ, അവർ പ്രവേശനം ഉറപ്പിക്കാറായി കാത്തിരിക്കുന്ന കുറെ കുട്ടികൾ ഈ പട്ടികയ്ക്ക് പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടികൾ എന്ത് പിഴച്ചു? അസൂയ അവിടെയാണ്. കാരണം നേരത്തെ ഒരു മാനദണ്ഡം, ആ മാനദണ്ഡം അനുസരിച്ചാണ് കുട്ടികൾ പ്രതീക്ഷിച്ചത്. CBSE കുട്ടികളടക്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ പരീക്ഷ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന്, റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് തലേന്ന് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ നേരത്തെ പ്രതീക്ഷിച്ച CBSE വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചവർക്ക് പിന്നോട്ട് പോകുന്നു. കീം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് അതിനനുസരിച്ച് അവർ പട്ടികയിൽ റാങ്ക് നിശ്ചയിക്കപ്പെടുമ്പോൾ അവർ മുന്നിലെത്തുന്നു. അതാണ് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ മുന്നിലെത്താൻ കാരണം നേരത്തെ നിലവിലുള്ള 3 സബ്ജക്റ്റിലെ മാർക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും CBSE വിദ്യാർത്ഥികൾക്ക് മുൻഗണന കിട്ടുന്ന സാഹചര്യമാണ്. പക്ഷേ അവർ പ്രതീക്ഷിക്കാതെ അവസാന നിമിഷം വന്ന ഒരു തിരിച്ചടി എന്നോണമാണ് അവർ വിലയിരുത്തുന്നത്. മാത്രവുമല്ല, ഇനി നിയമപോരാട്ടവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സർക്കാർ ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത് വർഷങ്ങളായി വന്ന പരാതിയാണ് കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി വന്നപ്പോൾ അതിന് കൃത്യമായൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കാതെ ഒടുവിൽ അത് മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയായിരുന്നു.